വാടകക്കെടുത്ത ട്രക്ക് ഉപയോഗിച്ച് വൈറ്റ് ഹൌസ് ആക്രമിച്ച സംഭവത്തിൽ ഇന്ത്യക്കാരൻ കുറ്റക്കാരനാണെന്ന് കോടതി. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. നാസി ജർമ്മനിയുടെ ആശയങ്ങൾ നടപ്പാക്കാനാണ് പ്രതി ലക്ഷ്യമിട്ടതെന്നും US അറ്റോർണി അറിയിച്ചു. സായ് വർഷത്തെ കണ്ടറിയുന്ന മിസോറിയിൽ നിന്നുള്ളയാളാണ് വൈറ്റ് ഹൌസിലേക്ക് ട്രക്ക് ഇടിച്ചു കയറി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. കേസിലെ വിധി ആഗസ്റ്റ് 23-ന് US ജില്ലാ കോടതി ജഡ്ജി പ്രസ്താവിക്കും. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു കണ്ടലയുടെ ലക്ഷ്യമെന്ന് US അറ്റോർണി മാത്യു ഗോവസ് പറഞ്ഞു. പ്രസിഡന്റിനെ വധിക്കാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞു. മിസോറിയിൽ നിന്ന് വിമാനത്തിൽ 2023 മെയ് 22-ന് ഇയാൾ വാഷിംഗ്ടണിലെത്തുകയായിരുന്നു. ഡള്ളാസ് വിമാനത്താവളത്തിൽ 5:30-യോടെ എത്തിയ ഇയാൾ 6:30-ക്ക് ഒരു ട്രക്ക് വാടകക്കെടുത്തു. തുടർന്ന് രാത്രി 9:30-യോടെയാണ് വൈറ്റ് ഹൌസിലെ സുരക്ഷാ ബാരിയറിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയത്. തവണ ട്രക്ക് ഇടിപ്പിച്ചതിനു ശേഷം റിവേഴ്സ് എടുത്ത് വീണ്ടും ബാരിയറിലേക്ക് ഇടിപ്പിച്ചു. രണ്ടാമത്തെ ഇടിയിൽ ട്രക്കിൽ നിന്നും ഇന്ധനം ചോരുകയും എഞ്ചിനിൽ നിന്നും പുക ഉയരുകയും ചെയ്തു. ട്രക്കിൽ നിന്ന് ഇറങ്ങിയ ഇയാൾ സ്വാസ്തിക ചിഹ്നമുള്ള നാസികളെ പിന്തുണക്കുന്ന ബാനർ പുറത്തെടുത്തു. ഇതിനിടെ വൈറ്റ് ഹൌസിലെ സുരക്ഷാ ജീവനക്കാരെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു.